ടു മൈ ചാനൽ. സോ കുറച്ച് നാളായിട്ട് നമ്മൾ വെൽനസ് ഡയറീസിലെ എപ്പിസോഡ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. കാരണം കൂടുതലും വെൽനസ് ഡയറീസിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എനിക്ക് വർക്കൗട്ടായ കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറ്. സോ കറൻ്റ്ലി നമ്മൾ 3 എപ്പിസോഡ്സ് മാത്രമേ വെൽനസ് ഡയറീസിൽ പറഞ്ഞിട്ടുള്ളൂ. സോ ദിസ് വിൽ ബി ദ 4th എപ്പിസോഡ് ഓഫ് വെൽനസ് ഡയറീസ്. സോ വെൽക്കമിങ് യു ഓൾ. വെൽനസ് ഡയറീസിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു കെയർ അബൌട്ട് യുവർ സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് നാച്ചുറലി എന്നുള്ള കോൺസെപ്റ്റാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിൻ ആൻഡ് ഹെയർ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ. കാരണം ഒരു പിമ്പിൾ വന്നാലോ അല്ലെങ്കിൽ ഹെയർ നമ്മൾ സാധാരണ പോകുന്നതിൽ ഒരു തരി കൂടുതൽ നമ്മുടെ ഹെയർ പോയാലോ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ പോക്കാണ് അല്ലേ. ബട്ട് നമ്മളിത് പ്രോപ്പറായി കെയർ ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസിയോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളൊരു നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യാസം നമ്മുടെ സ്കിന്നിൽ കാണിക്കണേ. അല്ല ഒരു പൊട്ട പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് സ്കിൻ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും, നമുക്ക് പിമ്പിൾസ് വരും, അല്ലെങ്കിൽ ഡൾനെസ് വരും, അല്ലെങ്കിൽ ഡ്രൈനെസ് വരും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇഫക്ട്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് എത്രത്തോളം നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിൻ ഹെൽത്തും ഹെയർ ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് ഈ 2 പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് സ്കിൻ ഹെൽത്തിനും പ്രശ്നം ഉണ്ടായിരുന്നു, ഹെയർ ഹെൽത്തിനും പ്രശ്നം ഉണ്ടായിരുന്നു. സോ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എൻ്റെ ഹെയർ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഹെയർ നല്ല രീതിക്ക് ഡാമേജ്ഡ് ആയിട്ട് ഞാൻ ഇവിടെ വെച്ച് ഒരു ബോബ് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഒരു മിഡ് ലെങ്ത് എന്ന് പറയാൻ പറ്റില്ല, ഒരു നെക്ക് ലെങ്ത്തിൽ വെച്ചിട്ട് ഞാനൊരു ബോബ് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു കട്ട് ചെയ്തതിന് ശേഷം ഞാനത് വളർത്തിക്കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു മിഡ് ലെങ്ത് വരെ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫോർമാറ്റിലേക്ക് ആക്കാൻ വേണ്ടി നല്ല പണി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം 2022 ഞാൻ ഹെയർ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ 2023 ഉണ്ടായിരുന്നു, 2024 ഉണ്ടായിരുന്നു. അങ്ങനെ 2 വർഷത്തിൽ ഞാൻ പണിയെടുത്തതാണ് ഈ ഒരു ഹെയർ, ഇപ്പോഴത്തെ ഹെയർ എന്ന് പറയുന്നത്. സോ പോലെ തന്നെ കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് മാനേജബിൾ അല്ല, അല്ലെങ്കിൽ ഫ്രിസിയാണ്, നമ്മളൊന്ന് ചീന്തി അങ്ങ് ഒതുങ്ങി നിൽക്കില്ല എന്നുള്ള പ്രശ്നങ്ങൾ. ബട്ട് ഞാൻ പറയാച്ചാൽ കേളി ഹെയറിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വോളിയം ഉള്ള പോലെ തോന്നും. ഓക്കെ, നിങ്ങൾ നല്ല രീതിക്ക് കറക്റ്റായിട്ട് അതിനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഹെയർ വേറെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കര ഫ്രിസിയാണ്, അൺഹെൽത്ത്, ഒരു മാനേജബിൾ അല്ല, എല്ലാവർക്കും ഇങ്ങനെ സിൽക്കി സ്മൂത്ത് ഹെയർ അല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് വെൻ യു ഫൈൻഡ് ദ റൈറ്റ് പ്രൊഡക്ട്സ് അപ്പോഴാണ് ഗെയിം ചേഞ്ച് ആവുന്നത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. സോ ഞാൻ ഈ ഒരു വീഡിയോനെ പല സെഗ്മെന്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ചിലപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും, പ്ലീസ് പെയർ വിത്ത് മീ. ബിക്കോസ് അത് അത്രയും ക്ലാരിറ്റിയോട് കൂടി പറയണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ സെഗ്മെന്റ് ആയിട്ട് ഇതിന് മാറ്റിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ ഫസ്റ്റ് സെഗ്മെന്റ്. സോ നമ്മൾ ഫസ്റ്റ് സെഗ്മെന്റിൽ സംസാരിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഹോളിസ്റ്റിക് കെയറിനെ കുറിച്ചാണ്. അതായത് എത്രത്തോളം ഹോളിസ്റ്റിക് കെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വെൽനസ് ഡയറീസിൽ ഇറ്റ്സ് പ്യുവർലി ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ്. സോ എൻ്റെ എക്സ്പീരിയൻസിൽ കെമിക്കൽ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്ന ക്രീംസ് ആയിക്കോട്ടെ അങ്ങനത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി എനിക്ക് നാച്ചുറൽ സൊല്യൂഷൻസ് ആണ് കുറച്ചും കൂടി ഇഫക്റ്റീവായി ഫീൽ ചെയ്യുന്നത്. എൻ്റെ കാര്യമാണ് പറയണത്. കാരണം ഇപ്പോൾ മേ ബി ഞാൻ വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ബട്ട് എനിക്ക് പുറത്തുനിന്നൊരു ഫേസ് പാക്ക് മേടിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ നാച്ചുറൽ DIY ചെയ്ത് ഉണ്ടാക്കുന്ന ഫേസ് പാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതാണ് എനിക്ക് കുറച്ചും കൂടി ഇഫക്റ്റ് ആവുന്നത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഞാൻ എൻ്റെ ഒരു റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ ഞാൻ അതാണ് മനസ്സിലാക്കിയത്. എനിക്ക് കുറച്ചുകൂടി നാച്ചുറൽ റെമഡീസ് ആണ് ഇഫക്റ്റ് ആവുന്നത്. സോ അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ഒരു വലിയ കാര്യമാണ്, നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഓയില്,
അതുപോലെ തന്നെ മാസ്ക്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അല്ലാതെ, അല്ലെങ്കിൽ സ്കിന്നിൽ വരുമ്പോൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ്, മേക്കപ്പ് പ്രൊഡക്ട്സ്, ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതൊന്നും കൂടാതെ നമ്മൾ ഇന്റേണൽ ഫാക്ടേഴ്സും കൂടി നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്യണം. അതായത് നമുക്ക് എന്ത് ഫുഡ് ഐറ്റംസ് ആണ് വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ഹെയർ ഫോൾ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ പിമ്പിൾസ് കൂടുന്നുണ്ടോ, നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂടുന്നുണ്ടോ. അപ്പോൾ സ്ട്രെസ് ലെവൽ കൂടിയ ഹെയർ ഫോൾ എന്തായാലും കൂടും. സോ കണക്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, നിങ്ങൾ ഒരുപാട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആണ്, പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾ ഇല്ല, അതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും ഒരേപോലെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ വാട്ട് ഐ മീൻ ഈസ് ദാറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പോലെ തന്നെ നിങ്ങളുടെ ഇന്റേണൽ ഫാക്ടേഴ്സും നല്ല രീതിക്ക് നിങ്ങളുടെ സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്തിനെ എഫക്ട് ചെയ്യും. സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. സെഗ്മെന്റ് 2 നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യമാണ് ബേസിക് സ്കിൻ കെയർ റുട്ടീൻ. സോ ഇത് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതായത് സ്കിന്ന് കെയർ ചെയ്യാതെ നമ്മൾ ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഒരു പ്രിമച്വർ ഏജിങ് വരുന്നു, അല്ലെങ്കിൽ ഡൾനെസ് ആണ്, ഡ്രൈനെസ് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റേണൽ ഫാക്ടേഴ്സ് നോക്കണം, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നോക്കണം. സോ ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ എല്ലാവർക്കും വേണം. ഞാൻ ഒരു 10 സ്റ്റെപ്സ് അല്ലെങ്കിൽ 12 സ്റ്റെപ്സ് ഉള്ള സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. സോ ഞാൻ അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അത് അത്രയും ചെയ്യാൻ ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല നോളജ് ഉള്ളവരോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ വളരെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഒരു ക്ലെൻസിങ്. അതായത് ഒരു ക്ലെൻസറോ ഒരു ഫേസ് വാഷോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന്, ഇപ്പം നമുക്ക് സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, ഡ്രൈ ഉണ്ട്, ഓയിലി ഉണ്ട്. അപ്പം ഇതിൽ ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ്, ആക്നെ പ്രോൺ ആണ് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആവുന്ന സ്കിന്നാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ളൊരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ക്ലെൻസർ നിങ്ങൾ ചൂസ് ചെയ്യാം. ക്ലെൻസ് ചെയ്തതിന് ശേഷം, അപ്പം എൻ്റെ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നതിൽ ക്ലെൻസിങ് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു മോയ്സ്ചറൈസർ ഇടും. നല്ല മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല തിക്കായിട്ട് മോയ്സ്ചറൈസർ ഇടും. കാരണം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആവാൻ വേണ്ടി നല്ല രീതിക്ക് മോയ്സ്ചറൈസർ ഇടും. ദ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് സൺസ്ക്രീൻ. ഞാൻ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്ത ഒരാളാണ്. കാരണം എനിക്ക് UV അലർജി ഉള്ളത് കൊണ്ട് ഒരു പരിധിക്ക് കൂടുതൽ ഞാൻ വെയിലത്ത് നിന്നാൽ എനിക്ക് വൈറ്റ് പാച്ചസ് ആയിട്ട് എൻ്റെ സ്കിന്ന് ഇറിറ്റേറ്റഡ് ആവും. അതുപോലെ തന്നെ ഭയങ്കര ഇച്ചി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഇച്ചിനെസ്സിനേക്കാൾ കൂടുതൽ ഈ വൈറ്റ് പാച്ചസ് ഭയങ്കര പ്രശ്നമാണ്. എന്നെ നല്ല രീതിക്ക് ഇൻസെക്യൂർ ആക്കിയ ഒരു കാര്യമാണ്. സോ ഇത് ഡയഗ്നോസ് ചെയ്ത് എനിക്ക് UV അലർജി ആണെന്ന് അറിഞ്ഞ് ഡോക്ടർ തന്നെയാണ് എന്നോട് പറഞ്ഞത് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്, റീഅപ്ലൈ വരെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒരു സൺസ്ക്രീൻ അഡിക്റ്റായി മാറുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എൻ്റെ സൺസ്ക്രീനാണ്. സോ ഐ ട്രൈ a lot of sunscreen. അതായത് ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നത് എക്വോളജിക്കയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്വോളജിക്ക ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ ഇഫ് യു നീഡ്, എക്വോളജിക്ക നല്ലൊരു ബ്രാൻഡാണ്, ഡോക്ടർ ഷേത്ത് നല്ലൊരു ബ്രാൻഡാണ്. അതിൻ്റെ സെറാമൈഡാണ് ഞാൻ, വിറ്റാമിൻ C+ സെറാമൈഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാണുമ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നും, ബട്ട് ഈസിലി ബ്ലെൻഡബിൾ ആണ്, വൈറ്റ് കാസ്റ്റ് ഇല്ല. എൻ്റെ ഏറ്റവും വലിയ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണിന് വൈറ്റ് കാസ്റ്റ് വരുമ്പോൾ നമ്മൾ പാണ്ട് പോലെയോ. സോ നിങ്ങൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത സൺസ്ക്രീൻസ് ചൂസ് ചെയ്യാം. ഓക്കെ. സോ പിന്നെ മെഡിക്കൽ ഡോക്ടേഴ്സ് എഴുതി തന്ന സൺസ്ക്രീൻസ് ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ കൂടുതലും യൂസ് ചെയ്തേക്കുന്നത് ഡോക്ടർ ഷേത്തും എക്വോളജിക്കയാണ്. ഇത് രണ്ടുമാണ് എനിക്ക് നല്ല രീതിക്ക് വർക്ക് ആവുന്നത്. ഞാൻ .NKയുടെ മറ്റേ സൺസ്ക്രീൻ സ്റ്റിക്കും യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ റീഅപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ കോളേജിലേക്ക് കൊണ്ടുപോകാറുണ്ട്. കാരണം മറ്റേത് യൂസ് ചെയ്യാനേക്കാൾ കുറച്ചും കൂടി റീഅപ്ലിക്കേഷന് സ്റ്റിക്കാണ് നല്ലത്. അത് നിങ്ങളുടെ വീഡിയോസിലാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാരണം മറ്റേ സൺസ്ക്രീൻ തീരുമ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ബട്ട് യൂഷ്വലി ഞാൻ റീഅപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാറ്. സോ ഞാൻ ഇത് മൂന്നുമാണ് ചെയ്യാറ്. എനിക്കിത് മൂന്നുമാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട്. അതായത് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ടോണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോണർ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു റോസ് വാട്ടറോ അല്ലെങ്കിൽ റൈസ് വാട്ടറോ എന്ത് വേണമെങ്കിൽ ടോണറായി യൂസ് ചെയ്യാം. ബട്ട് എനിക്ക് അത്രയും ഒരു ഇത് ഫീൽ ചെയ്തിട്ടില്ല. സോ എനിക്ക് ഈ മൂന്നും ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ വലിയ കുഴപ്പമില്ല. ഓക്കെ. ബ്രേക്കൗട്ട്സ് ഒക്കെ ഇച്ചിരി കുറവാണ്. ഈ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. ക്ലെൻസ് ചെയ്യും, മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും. രാത്രിയാണെങ്കിൽ ക്ലെൻസ് ചെയ്യും, മോയ്സ്ചറൈസർ ഇടും. ഓക്കെ. ഈ രീതിക്കാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. സോ ബേസിക് ആയിട്ട്
ഇതെങ്കിലും ഒന്ന് ചെയ്യാം. പിന്നെ ലിപ്പാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ലിപ്പ് സ്ക്രബ് ചെയ്യുക. ഒരുപാട് ഇങ്ങനെ ചാപ്ഡ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലിപ്പ് സ്ക്രബ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഹണിയും ഷുഗർ കൂടിയിട്ട് നല്ലൊരു ഇതാണ്, അത് നല്ലൊരു ലിപ്പ് സ്ക്രബാണ്. ബട്ട് ഞാൻ അത്രയും അങ്ങോട്ട് ലിപ്പ് സ്ക്രബ് ചെയ്യാറില്ല. വല്ലപ്പോഴും ഭയങ്കരമായിട്ട് ചാപ്ഡായിട്ട് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് ലിപ്പ് സ്ക്രബ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ ലിപ് ബാം വെച്ചിട്ടാണ് ചെയ്യാറ്. ലിപ് ബാം യൂസ് ചെയ്തിട്ട് ആയിരിക്കും ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ദിസ് ഇസ് സെഗ്മെന്റ് 2. സോ സെഗ്മെന്റ് 3 നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയർ കെയർ ടിപ്സ് ആണ്. സോ ഞാൻ ഫോളോ ചെയ്ത് എനിക്ക് വർക്കായ കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇതിൽ സംസാരിക്കണേ. ഞാൻ എൻ്റെ ഹെയർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓയിൽ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയി കാണുന്നവർക്കറിയാം, എനിക്ക് ബ്രാൻഡ് ഉണ്ട്, ഹസ്ത ഹെർബൽസ് ഉണ്ട്. സോ ഞങ്ങൾക്ക് ഓയിലുണ്ട്, ഞാൻ അതാണ് യൂസ് ചെയ്യണേ. നിങ്ങൾ വീട്ടിൽ കാച്ചുകയാണെങ്കിൽ വളരെ നല്ലത്. കാരണം നമുക്ക് അറിയാം അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മൾ സ്റ്റോർ ബോട്ട് ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്, അത് കൊണ്ട് മാത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാം, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മേരി ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്കറിയില്ല റോസ്മേരി ഓയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. മേ ബി ഒന്ന് കോക്കനട്ട് ഓയിലോ കാസ്റ്റർ ഓയിലോ മിക്സ് ചെയ്തിട്ടായിരിക്കാം യൂസ് ചെയ്യണം. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഓയിലിൽ അത്യാവശ്യം ഒരു 25+ ഹെർബ്സ് ഉള്ളത് കൊണ്ട് ഞാൻ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാറില്ല. ഞാൻ അതാണ് യൂസ് ചെയ്യണേ. ഞാൻ എങ്ങനെ പോയാലും ട്വൈസ് ഓർ ത്രൈസ് എൻ്റെ ഹെയർ നല്ല ഡീപ്പായിട്ട് ഓയിൽ ചെയ്യും. ഓക്കെ, ഡീപ്പായിട്ട് ഓയിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യണ പോലെ ഓയിൽ ചെയ്യും. സോ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത്ര പാടില്ല എന്ന് കണ്ടിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഈസ് വാട്ട് വർക്ക്സ് ഫോർ മീ. എനിക്ക് കുറച്ച് ഓയിൽ കുറയുമ്പോൾ എൻ്റെ ഹെയർ ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. സോ ഡീപ്പായിട്ട് ഓയിൽ ചെയ്ത് നല്ല രീതിക്ക് മസാജ് ചെയ്തതിന് ശേഷം ആവുമ്പോൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഓക്കെയാണ്. സോ ഷാംപൂ ചെയ്യുമ്പോൾ സ്കാൽപ്പ് മാത്രം ഷാംപൂ ചെയ്യുക, ലെങ്ത് ഷാംപൂ ചെയ്യാതിരിക്കുക. അതാണ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പാണ് പൊടിയും ആ ഒരു ഇതൊക്കെ ആയിട്ട് പൈൽഡപ്പ് ആവുക, ലെങ്ത്തിലേക്ക് അത്രയും ഉണ്ടാവില്ല. സോ ഷാംപൂ ചെയ്യേണ്ടത് സ്കാൽപ്പിൽ മാത്രമാണ്, ഹെയർ സ്ട്രാൻഡ്സിലല്ല. ഷാംപൂ ചെയ്ത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആ ഒരു ഫോമില്ലേ, ആ പത ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഈ ഇടയിലുള്ള സകല പൊടി എന്തൊക്കെയാണോ പോണ്ടേ അതൊക്കെ പോയിട്ടുണ്ടായിരിക്കും. സോ അതിനു വേണ്ടി നിങ്ങൾ സ്ട്രാൻഡ്സിനെ പണിയെടുപ്പിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം അതാണ് ആ ഷാംപൂയിങ് എന്ന് പറഞ്ഞ സ്കാൽപ്പാണ്. നിങ്ങൾക്ക് ഇച്ചിനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം? സ്കാൽപ്പ് ഡ്രൈ ആവുകയാണോ, സ്കാൽപ്പ് ഓയിലി ആവുകയാണോ, അല്ലെങ്കിൽ ഡാൻഡ്രഫ് ആണോ, ഇച്ചിനെസ് ആണോ, എന്താണോ നിങ്ങളുടെ പ്രശ്നം വെച്ചാൽ അതിനനുസരിച്ചുള്ള ഷാംപൂ യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ബ്രാൻഡിൻ്റെ ഷാംപൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് അവൈലബിൾ ആയിട്ട്, കാരണം നമുക്കറിയാം അതിൽ എന്താ യൂസ് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു റുട്ടീനിൽ കൂടുതൽ സാധനങ്ങളും എൻ്റെ ബ്രാൻഡുകൾ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഷാംപൂ ആണ്. ഞാൻ ഇപ്പോൾ കറക്റ്റ് യൂസ് ചെയ്യുന്നത് ഹസ്തയുടെ ഹിബിസ്കസ് ഷാംപൂ ആണ്. നാച്ചുറൽ ഷാംപൂ എന്നാണ് പറയുന്നത്. എൻ്റെ പേര്, പ്രൈമറി ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഹിബിസ്കസ് ആണ്. പിന്നെ ശംഖുപുഷ്പം ഉണ്ട്, നമുക്ക് ലെമൺ ഉണ്ട്. പിന്നെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ആണ്, ശംഖുപുഷ്പം ഹൈഡ്രേറ്റിംഗ് ആണ്. പിന്നെ റോസ്മേരി ഉണ്ട്, അത് കുറച്ചുകൂടി സ്ട്രെങ്തനിങ്, അതായത് ഹെയർ സ്ട്രാൻഡ്സിനെ നല്ല രീതിക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിക്കും നല്ല കുറച്ചുകൂടി സ്ട്രെങ്തനിങ്. അതിൽ ബ്ലാക്ക് ക്യുമിൻ ഒക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ബ്ലാക്ക് ക്യുമിൻ എന്ന് പറയുന്നത് ഭയങ്കര ഹെയർ കെയറിൽ ഭയങ്കര പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ബ്ലാക്ക് ക്യുമിൻസ് എന്ന് പറയുന്നത്. കരിഞ്ജീരകം ഓക്കെ, ഭയങ്കര സൂപ്പർ ഇൻഗ്രീഡിയൻ്റ് ആണ്. സ്കിൻ ഹെൽത്തിൽ ഒരുപാട് യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് ഹെയറിലാണ് കുറച്ചുകൂടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ 4 വേരിയൻസ് ഓഫ് ഷാംപൂ ഉണ്ട്. ഞാൻ ഹിബിസ്കസ് ആണ് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യണേ. സോ ഇതാണ്, ദിസ് ഇസ് വാട്ട് വർക്ക്സ് ഫോർ മീ. പിന്നെ എൻ്റെ ഞങ്ങളുടെ മൈൽഡ് ഷാംപൂ ആണ്. സോ ഞാൻ കണ്ടീഷണർ ചെയ്യാറില്ല. ഓക്കെ, എൻ്റെ കാരണം ഞാൻ കണ്ടീഷണർ പണ്ട് ചെയ്തിരുന്നു. ബട്ട് ഈ ഒരു ഷാംപൂയിലേക്ക് മാറിയതിന് ശേഷം എനിക്ക് ആ ഒരു കണ്ടീഷൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം എനിക്ക് അത്രയും സ്ട്രിപ്പ് ഓഫ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രിസി ആയിട്ടോ ഡ്രൈ ആവാറില്ല ഹെയർ. കുറച്ച് മോയ്സ്ചർ റിറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല. പിന്നെ യൂസ് ചെയ്യണമെന്നാണ് ആ ഒരു ഹെയർ കെയർ നിയമം. ബട്ട് ഞാൻ പറഞ്ഞു, ദിസ് ഇസ് വാട്ട് വർക്ക്സ് ഫോർ മീ. ഞാൻ യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഹെയർ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ഞാൻ നന്നായി ഓയിൽ ചെയ്യും, നന്നായി ഹെയർ മസാജ് ചെയ്യും ഓയിൽ ചെയ്യുന്ന സമയത്ത്. പിന്നെ
ഡീടാങ്കിൾ ചെയ്തിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ചില സമയം മിസ്സായി പോകാറുണ്ട്. ഇപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും. കാരണം ഞാൻ കോളേജിൽ വളരെ നേരത്തെ പോകുന്ന ഒരാളായതുകൊണ്ട്. ബട്ട് മാക്സിമം ഡീടാങ്കിൾ ചെയ്ത് ഒന്ന് ബ്രെയ്ഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു സിൽക്ക് ബോണറ്റ് ഒക്കെ വെക്കുന്നവരാണെങ്കിൽ സിൽക്ക് ബോണറ്റ് ഒക്കെ വെച്ചിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക. ഇത് എസ്പെഷ്യലി ഞാൻ പറയുന്നത് നിങ്ങളുടെ കേളി ഹെയർ ആണെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെയ്ഡ് ചെയ്ത് കിടക്കുക എന്ന് പറയുന്നത്. എനിക്ക് ബ്രെയ്ഡിങ് ആണ് കുറച്ചും കൂടി വർക്ക് ആവുന്നത്. കാരണം എനിക്കിങ്ങനെ ഭയങ്കര നമ്മൾ ബൺ ചെയ്ത് വെക്കുമ്പോൾ വലിയ കാര്യം സംഭവിക്കാറില്ല. എനിക്ക് കുറച്ചുകൂടി ബ്രെയ്ഡ് ആണ് വർക്ക് ആവുന്നത്. സോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന എന്താ വെച്ചാൽ അത് ട്രൈ ചെയ്യാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെഗ്മെന്റ് 4 ആണ്. അതായത് സെഗ്മെന്റ് 4 എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലൈഫ് സ്റ്റൈലാണ്. അതായത് നിങ്ങളുടെ റുട്ടീൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതിനനുസരിച്ചുള്ള ഡയറ്റ് ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്നുണ്ടായിരിക്കാം. അത് എത്രത്തോളം സ്കിന്നിനെയും ഹെയറിനെയും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ സെഗ്മെന്റിൽ തന്നെ അതിൻ്റെ ഒരു ത്രെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാത്രമല്ല ഇന്റേണൽ ഫാക്ടേഴ്സ് നല്ല രീതിക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട്. സോ ഇന്റേണൽ ഫാക്ടേഴ്സ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഹെയർ ഫോള് ഒരുപാട് കൂടിയപ്പോൾ, അതുപോലെ തന്നെ പിന്നെ ഹെയർ ഫോള് തന്നെയാണ് കൂടുതൽ. ഹെയർ ഫോളിൻ്റെ ഒരു റീസൺ പറഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ എനിക്ക് കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ D3 കുറവെന്നായിരുന്നു. സോ അതിനനുസരിച്ച് സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എടുത്തപ്പോഴാണ് എനിക്ക് അതൊന്ന് ഓർഡർ ആയത്. സോ പലവർക്കും പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം എന്ത് സംഭവിക്കണേ, ഈ ഒരു ഹെയർ ഫോള് അല്ലെങ്കിൽ പിമ്പിൾസ്. ഇപ്പോൾ പിമ്പിൾസ് എന്ന് പറഞ്ഞാൽ PCOD ഉള്ളവർക്ക് പിമ്പിൾസ് നല്ല രീതിക്ക് ഉണ്ടായിരിക്കാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ. അതായത് നമ്മുടെ ഹെൽത്ത് ഫാക്ടേഴ്സ് എത്രത്തോളം ഈ ഒരു സ്കിൻ ഹെൽത്തിനെയും ഹെയർ ഹെൽത്തിനെയും ഇഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. സോ അത് പ്രോപ്പർ ആണോ നോക്കാം. സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി നിങ്ങൾ നന്നായി അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ന്യൂട്രിയൻ്റ് ആണ് കുറവ് നിൽക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഫുഡ് ഐറ്റംസിൽ അത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫുഡിൽ ഇപ്പം ഞാൻ പറഞ്ഞു ഫ്ലാക്സ് സീഡ്സ് എന്ന്. ഫ്ലാക്സ് സീഡ്സ് നമുക്ക് വേണമെങ്കിൽ ഇപ്പം അമ്മ ആ ഒരു എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ ഫ്ലാക്സ് സീഡ്സും കൂടിയും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്തിട്ട് അതിൽ ചേർക്കാറുണ്ട് ബാക്കി നട്ട്സിൻ്റെ കൂടെ. ഇപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല. കാരണം നമ്മൾ ഇമ്മ്യൂണിറ്റി ബോൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ. അതായത് അത്രയും നല്ലതാണ്. കർക്കിടക മാസമാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ ഹെയറിന് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്ന ഒരു സമയത്ത് അത് നല്ലോണം എനിക്ക് എന്താണ് പറയുക മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്യാവശ്യം അയൺ കണ്ടന്റ് ഉള്ള ഒരു സാധനമാണ് ഈ CCM അല്ലെങ്കിൽ എള്ള് എന്ന് പറയുന്നത്. CCM എന്നാണോ സെസമി എന്നാണോ പറയാൻ എനിക്കറിയില്ല. സോറി ഫോർ ദ പ്രൊനൗൺസിയേഷൻ. സോ അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നിങ്ങളുടെ ബോഡിക്ക് എന്താണ് ആവശ്യം വെച്ചാൽ അത് നന്നായി അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇതൊക്കെയാണ് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്തിനെ എങ്ങനെ നോക്കാൻ പറ്റും. നാച്ചുറൽ വേയിലാണെങ്കിൽ നാച്ചുറൽ വേയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കംഫർട്ടബിൾ വേയിലാണ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുക അങ്ങനെ. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ സെഗ്മെന്റിൽ, അതായത് സെഗ്മെന്റ് 4 നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഈ ഒരു ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നല്ല രീതിക്ക് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം തന്നെ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. സ്കിന്നിലായിക്കോട്ടെ ഹെയറിലായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിക്ക് ഡിഫറൻസ് വരും. എൻ്റെ ഒരു സ്കിൻ ഹെൽത്തിനും ഹെയർ ഹെൽത്തിനും അതേപോലെ ഹെൽപ്പ് ചെയ്തതാണ്. ഞാൻ രാവിലെ ചായ കുടിച്ചായിരുന്നു, അത് ഞാൻ നിർത്തി. ഓക്കെ, ചായ കുടിക്കുമ്പോൾ ഉള്ള സംഭവം എനിക്ക് ഭയങ്കര ഗ്യാസ് പ്രോബ്ലംസ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു സ്വീറ്റ് ക്രേവിങ് ആണത്. അതൊരു ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു എനിക്ക് ചായ എന്ന് പറഞ്ഞാൽ. അത് നിർത്തിയിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തത് ശംഖുപുഷ്പം തിളപ്പിച്ച വെള്ളയിൽ, അതായത് ബ്ലൂ ടീ എന്ന് പറയും, അതിലേക്കാണ് മാറിയത്. സോ ഞാൻ എംപ്റ്റി സ്റ്റമക്കിൽ ഒരു ഗ്ലാസ് ബ്ലൂ ടീ ആണ് കുടിക്കാറ്. അത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3.5 months ആയിട്ട് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് സ്കിന്ന് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ ആ ഒരു ചായയോടുള്ള ക്രേവിങ്സ്, സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ നന്നായി കുറഞ്ഞു. അതുപോലെ തന്നെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. സോ അതാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ ചേഞ്ചസ്. സോ ഇതൊക്കെയാണ്
നമ്മുടെ ഇന്നത്തെ വീഡിയോ, അതായത് നമ്മൾ എങ്ങനെയാണ് സ്കിൻ ഹെൽത്തും ഹെയർ ഹെൽത്തും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തത്, ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത് എന്നൊക്കെ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ച്. സോ ഞാൻ പറയുന്നു, ഇതെല്ലാം ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല. കാരണം ഐ എം സ്റ്റിൽ ലേണിങ്. അതായത് എൻ്റെ സ്കിൻ ഇനിയും ബെറ്റർ ആവാന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതിന് മുന്നത്തെ അവസ്ഥയിൽ നിന്ന് എത്രത്തോളം ബെറ്റർ ആയി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു ചേഞ്ചിലേക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് സ്കിന്നും ഹെയറും ഒക്കെ നല്ല രീതിക്ക് ഇനിയും ബെറ്റർ ആക്കി വെക്കണം. ബട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ, അതായത് കുറച്ചും കൂടി ഇൻസെക്യൂർ ആയിരുന്ന ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ്. അതായത് ഞാനിപ്പോൾ കൂടുതലും വീഡിയോസിൽ വിത്തൗട്ട് മേക്കപ്പ് വരാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ളത് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാറ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിക്കുള്ള ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബെയർ ഫേസിൽ വരാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻറ്റ് ബൂസ്റ്റാണത്, അതൊക്കെ എന്ന് പറഞ്ഞാൽ. സോ അതെന്താണ്, നമ്മൾ സ്കിന്ന് നോക്കാൻ തുടങ്ങി, ഹെയർ നോക്കാൻ തുടങ്ങി. സോ നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണത്. സോ അത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അതിൻ്റെ ഒരു സോൾ പർപ്പസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യണേ. സോ ഹോപ്പ് യു ഓൾ ഹാവ് എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വീഡിയോസ് ബെറ്റർ ആക്കണം, എന്തെങ്കിലും ക്രിറ്റിസിസംസ് ആൻഡ് സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. ആൻഡ് hope you all have loved this video, enjoyed my company. So stay tuned for more tips and videos like this. Bye bye.